ഹായ് ഫ്രണ്ട്സ്, ഐ എം ധന്യ. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇപ്പോൾ വൃശ്ചിക മാസത്തിലെ മണ്ഡല നോൻപൊക്കെ ഉള്ള ഒരു സമയമാണ്. ഈ സമയത്ത് നമുക്ക് ചേമ്പ്, ചേന, അതുപോലെ തന്നെ കൂർക്കൽ, മധുരക്കിഴങ്ങ്, കാച്ചിൽ ഇങ്ങനെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ധാരാളമായി കിട്ടുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് നമുക്ക് സീസണലായിട്ടുള്ള കിഴങ്ങുകൾ വെച്ചിട്ടുള്ള ഒരുപാട് ഡിഷസുകൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കാച്ചിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു വിഭവമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കാച്ചിൽ ഉപയോഗിച്ചിട്ട് കാച്ചിൽ എരിശ്ശേരിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ മുൻപ് തന്നെ കാച്ചിൽ ഉപയോഗിച്ചിട്ട് ഒരു കാച്ചിൽ കഞ്ഞി ഉണ്ടാക്കിയിരുന്നു. അത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാനിവിടെ തയ്യാറാക്കുന്നത് കാച്ചിൽ എരിശ്ശേരിയാണ്. കാച്ചിൽ എരിശ്ശേരി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാച്ചിലിൻ്റെ പകുതി ഭാഗമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഏതാണ്ട് ഒരു 1/4 കിലോയോളം ഉണ്ടാവും. ഇത് നന്നായിട്ട് തൊലിയൊക്കെ ചെത്തിയ ശേഷം കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ള കഷ്ണങ്ങൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കടായിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി. എരിവിന് ആവശ്യമായിട്ട്, എരിശ്ശേരിയൊക്കെ ആയതുകൊണ്ട് വലിയ എരിവൊന്നും വേണ്ട. നമ്മൾ പക്ഷേ ഇതിൽ പച്ചമുളകും ചേർക്കുന്നുണ്ട്. നമ്മളിപ്പോൾ 1/2 കിലോ ആണ് കാച്ചിലെടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കൂടുതലായിട്ട് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ഒരു 1/4 കിലോയൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ 4 പച്ചമുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 4 പച്ചമുളകും നമുക്കിത് ഇതുപോലെ ചീന്തിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കണം. നമുക്കിനി ഇതിലേക്ക് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇട്ട് ഒരുമിച്ച് വെച്ചിട്ടാണ് തിളപ്പിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഗ്യാസിലേക്ക് വെച്ചിട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം. കാച്ചിലിന് അത്യാവശ്യം നല്ല വേവുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് വെക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നമ്മുടെ കാച്ചിലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. മുളകും മഞ്ഞളും ഒക്കെ പിടിച്ചിട്ട് നന്നായിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിപ്പോൾ ഒരു കരണ്ടി വെച്ചിട്ടൊന്ന് നോക്കാം. നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രത്തോളം ആയാൽ മതി. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള അരപ്പൊക്കെ ചേർക്കേണ്ടതുണ്ട്. അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു 1/4 കിലോ കാച്ചിലേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് 1/2 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിരിക്കുന്നത്. നമ്മളതിന് പകരം 1/2 കിലോ കാച്ചിലൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ വെച്ചാൽ ഒരു മുറി തേങ്ങ തന്നെ നമുക്ക് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടതാണ്. ഞാനിവിടെ 1/4 കിലോ കാച്ചിലാണ് വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ, 4 വെളുത്തുള്ളി തൊലി കളഞ്ഞത്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, അതായത് നല്ല ജീരകവും ചേർത്തിട്ട് നന്നാക്കി തന്നെ അരച്ചെടുക്കണം. എരിശ്ശേരിയിലേക്കുള്ള അരപ്പാണത്. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തിട്ട് നന്നായിട്ട് നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകിയിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം വറ്റിയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്കിത് കാണുമ്പോൾ ഇപ്പം കാച്ചിലൊക്കെ നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുള്ളത് പോലെയുണ്ട്. നല്ല ഗ്രേവിയൊക്കെ നല്ല ലൂസായിട്ട് നിൽക്കുന്നത് പോലെ തോന്നും. പക്ഷെ നമ്മളിത് വേവിച്ചൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ ജലാംശമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരുന്നതാണ്. ഇപ്പോൾ അരച്ച തേങ്ങ കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് വറവ് താളിക്കുക എന്നുള്ളതാണ്. വറവ് താളിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുത്തതിന് ശേഷം കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് മൂത്തതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ 5-6 ചെറിയുള്ളി ഒന്ന് ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയുള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് തേങ്ങയാണ് വറുക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ആദ്യം ഒരു 1/2 കപ്പ് തേങ്ങ നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചേർത്തിരുന്നു. ഇതൊരു 1/4 കപ്പ് തേങ്ങ നമുക്കിതിലേക്ക് തേങ്ങ വറുത്തിടുന്നതിന് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വറുത്തിടുന്നതിലേക്ക് വേണ്ടിയിട്ട് 1/4 കപ്പ് തേങ്ങയും ചേർത്ത് നന്നായിട്ട് ഒന്ന് വറവാക്കി എടുത്തിട്ടുണ്ട്. ഓവറായിട്ട് ബ്രൗൺ നിറമായിട്ട് മാറണ്ട. കാരണം ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ നിറമാകുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം. പിന്നെ നമ്മുടെ എരിശ്ശേരിയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇവിടെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വറുത്തെടുത്തത് നമുക്ക് ലൈറ്റ് ബ്രൗൺ നിറമാകുമ്പോൾ തന്നെയാണ് നമ്മളിത് ഗ്യാസൊക്കെ ഓഫ് ചെയ്തെടുത്തത്. അത് അതിൽ തന്നെ വെച്ചിരിക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കളർ ചേഞ്ച് ചെയ്തിട്ട് കുറച്ചുകൂടി ഒരു ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. ഓവർ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇപ്പോൾ എല്ലാം കൂടി ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കിത് കാണുമ്പോൾ നല്ല ലൂസായിട്ട് തോന്നിയെങ്കിലും ഇത് നമ്മുടെ വെച്ചിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ജലാംശമൊക്കെ വറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ എരിശ്ശേരിയൊക്കെ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കഴിക്കാൻ നല്ല സ്വാദാണ് കേട്ടോ. ഈ കാച്ചിൽ എരിശ്ശേരി എന്ന് പറയുന്നത് നമ്മൾ പലവിധ എരിശ്ശേരികളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്